കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാർക്കോസിൻ്റെ സുവിശേഷം 13 അധ്യായം അതിൻ്റെ 12 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും, മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് ദൈവവചനം, ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാം. അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു നിറവേറുതലാണ് എന്ന് നാം മറന്നു പോകരുത്. അപ്പം യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ വരവിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ്, അതിനൊരു അടയാളമാണ് സഹോദരൻ സഹോദരനെ കൊല്ലുന്നത്, അപ്പൻ മകനെ കൊല്ലുന്നത്, മരണത്തിന് ഏൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ മക്കൾ അപ്പന്മാർക്ക് വിരോധമായിട്ട് എഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊലകളും കൊല്ലകളും നടക്കുമ്പോൾ അയ്യോ അവർ എങ്ങനെ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് നാം നെടുവീർപ്പോടെ നാം വിഷമത്തോടെ കേൾക്കുന്ന ന്യൂസുകളാണ് ഇന്ന് അധികം. ഒരു വീട്ടിലുള്ളവർ തന്നെ ആ വീട്ടിലുള്ളവരെ നാം കൊല്ലിക്കുന്നു. പ്രിയ ദൈവ പൈതലെ, അങ്ങനെ ആവുമ്പോൾ എങ്ങനെ ഈ ലോകം നിലനിൽക്കും എന്ന് മനസ്സിലാക്കണം. പ്രിയ ദൈവം, ഇടയ്ക്ക് ആത്മീക സഭയിൽ പോകുന്ന ഒരു പൈതൽ തന്നെയാണ് തൻ്റെ അപ്പയെ വെട്ടിക്കൊന്നു അമ്മയെ കൊല്ലണമെന്നിരിക്കുന്നു. അങ്ങനെ കൊല്ലാൻ പറഞ്ഞു എന്ന് അവൻ പറയുന്നു. പ്രിയ ദൈവ പൈതലെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിറവേറുതൽ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ ദൈവം പറയാണ്, ഇതൊന്നും കണ്ട് നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട, ഞാൻ വാതിൽക്കൽ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ അറിവിൻ എന്ന്. പ്രിയ ദൈവപൈതലെ, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുന്നു? നാം സഹോദരന് വിരോധമായിട്ട് പകയ്ക്കുന്നുവോ, അല്ലെങ്കിൽ അമ്മയപ്പന്മാർക്ക് വിരോധമായിട്ട് നാം എഴുന്നേറ്റ് നിൽക്കുന്നുവോ, അല്ലെങ്കിൽ അവരുടെ മനസ്സ് വേദനപ്പെടുമ്പോൾ നാം നടക്കുന്നുവോ, മക്കൾക്ക് വിരോധമായിരിക്കുന്നുവോ, മക്കളെ നാം എങ്ങനെയാണ് നാം നടത്തുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം, എടുത്ത് കൊല്ലുന്നത് മാത്രമല്ല കൊല എന്ന് നാം മനസ്സിലാക്കണം. അവിടെ ഹൃദയ വേദനപ്പെടുന്നവണ്ണമായി നാം നടന്നാലും അതൊരു കൊലയ്ക്ക് തുല്യമാണ്. പ്രിയ ദൈവ പൈതലെ, അങ്ങനെ നമ്മൾ എന്തെങ്കിലും പാഴ്ചകളുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് ചോദിക്കുകയും നാം അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിൻ്റെ ആ ഒരു വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമുക്ക് അനേകരെ ഒരുക്കുവാനും ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, ഞങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഞങ്ങളിൽ ആരും കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആർക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരങ്ങൾക്കോ അയൽവാസികൾക്കോ വിരോധമായിട്ട് അവരുടെ ഹൃദയങ്ങളെ കൊല്ലുന്ന ദൈവമേ വർത്തമാനങ്ങളുമായി, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ നോവിക്കുന്ന ദൈവമേ കാര്യങ്ങളുമായി നാം എഴുന്നേൽക്കാതെ വചനത്തിന് കീഴ്പ്പെട്ട് ദൈവവചനത്തിൽ തന്നെ നിലനിന്ന് അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.